Hi friends, welcome back to my channel Risha's Corner. Hope you are doing well. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് സൂചി റവയാണ്, 3/4 കപ്പ് റൈസ് ഫ്ലോർ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ 3/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 5 കാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് 1 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ് ചിരകിയതും, കരിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ 7 മുതൽ 8 ബീൻസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നീട് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് കാഷ്യൂനട്ടാണ്. 1 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ്. 1 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 7 മുതൽ 8 ബീൻസാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. ബീൻസിന് വേവ് കൂടുതലായതുകൊണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബീൻസ് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, 3/4 കപ്പ് റൈസ് ഫ്ലോർ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ 3/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. റവ കുതിർന്ന് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ആ സമയം നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ 1 കപ്പ് റവയ്ക്ക് 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്, കട്ടകളില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് ഒരു അരമണിക്കൂർ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ മാവ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്
ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ടിപ്പാണ്. ഈ ഒരു ദോശ നല്ലപോലെ ക്രിസ്പി ആവണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ സൂചി റവ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ദോശ നല്ലപോലെ ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു താവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടാവണം. ഇനി നമുക്ക് ഈ ദോശ ചുട്ടെടുക്കണമെങ്കിൽ ഈ മാവ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ. അപ്പോൾ നമുക്ക് ദോശ ആദ്യം മുതൽ അവസാനം വരെ നല്ലപോലെ കിട്ടുന്നതായിരിക്കും. നല്ലപോലെ ചൂടായ താവയിലേക്ക് ഒരല്പം മാവ് എടുത്ത് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരുപാട് ഒരിക്കൽ തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ദോശ നല്ലപോലെ കിട്ടുന്നതായിരിക്കും. ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ലിഡ് ഓപ്പൺ ചെയ്ത് 2 മിനിറ്റ് നമുക്കതുപോലെ വെക്കുന്നത് കൊണ്ട് നല്ലപോലെ ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും. കുറച്ച് എണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ദോശ നല്ലപോലെ ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ താവ നല്ലപോലെ ചൂട് വേണം. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരെണ്ണം കൂടി ഞാൻ ചുട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് തന്നെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈസിയും ഹെൽത്തിയും അതുപോലെ നല്ല ക്രിസ്പിയും ആയിട്ടുള്ള നല്ല ടേസ്റ്റി റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിന ചമ്മന്തിക്കൊപ്പം ഈ ഒരു ദോശ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, stay healthy. Thanks for watching.